അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഓണസദ്യയൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ആദ്യം തന്നെ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയില് സദ്യയും ഒക്കെയാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഞങ്ങൾ 4 പേര്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് സൗദിയിലെ ഓണമൊക്കെ പറഞ്ഞു പോയതാണ്. പക്ഷെ ദൈവം ഈ പ്രാവശ്യം എന്നെ ഇവിടെ വീണ്ടും വരുത്തിച്ചു. ഇവിടെ ഇരുത്തി സദ്യ കഴിപ്പിക്കുകയാണ്. ഇത്തവണ രഞ്ജിഷേട്ടൻ എന്റെ സദ്യ ഉണ്ടാകാനായിട്ട് ഭാഗ്യം ഉണ്ടായിരുന്നു. എന്തായാലും സദ്യയുടെ കാഴ്ചകളൊക്കെ കാണാം. സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഓണം ആഘോഷമാണ്, ഓണ സെലിബ്രേഷൻ ആണ്. അപ്പൊ ഞങ്ങളൊരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഞങ്ങൾ പെയ്യെ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളൊക്കെ സദ്യ കഴിച്ചെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ സൗദി വന്ന് രഞ്ജിഷേട്ടിന് സദ്യ കൊടുക്കണം എന്നാണ് നിയോഗം. അപ്പം എന്തായാലും സന്തോഷം. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു വയറൊക്കെ പൊട്ടാറായിരിക്കും എല്ലാവരുടെയും. അടിച്ചു പൊളിച്ച് ഞായറാഴ്ച എല്ലാവരും ഫാമിലി എല്ലാവരും ഒത്ത് എല്ലാവരും എൻജോയ് ചെയ്ത് കാണും. നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആപ്പിൾ അച്ചാർ. ഇഞ്ചി ഇട്ടു. നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ. ഇത് വേറൊരു കളർ നാരങ്ങ അച്ചാറാണ് അല്ലേ. ഇത് വലിയ നാരങ്ങയാണ് നാട്ടിലൊക്കെ അച്ചാർ ഇടുന്നത്. ക്യാബേജ് തോരൻ, നമ്മുടെ സ്പെഷ്യൽ ക്യാബേജ് തോരനാണ് അടുത്തത്. പപ്പടം വെച്ചിട്ട് അതായത് നമ്മൾ ക്യാരറ്റ് മെഴുക്കോട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിയൽ വിളമ്പാൻ പോവാണ്. വിളമ്പിക്കോളൂ. അവർക്ക് സദ്യ ഉണ്ടാക്കി കൊടുത്തത് എന്നും ഓർക്കും അല്ലേടാ? നീ ഓർക്കത്തില്ലേടാ? നീ വലിയ അപ്പൂപ്പനായി കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ സദ്യ ഓർക്കുമോ? അങ്ങനെ നമ്മളതേ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്രയും കറികളൊക്കെ ഇന്ന് വെച്ചു. പരിപ്പൊഴിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പരിപ്പ് കറി ഒഴിച്ചു. പരിപ്പും നെയ്യും പപ്പടവും അതാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ? സദ്യക്ക് നീ ഓർക്കുന്നുണ്ടോ? നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പം ഇങ്ങനെ പരിപ്പിനകത്ത് നെയ്യ് ഒഴിച്ച് പപ്പടവും ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കും. അതാ ഗൈസ് കൊലുസൊക്കെ ഇട്ടിട്ട്. ഇവിടെ പകുതി തീർന്നു ഞങ്ങളുടെ. അപ്പൊ തുടങ്ങിക്കോ. പരിപ്പ് അടിപൊളി കേട്ടോ. ആപ്പിൾ അച്ചാർ തുടങ്ങി. അടിപൊളി. നമ്മുടെ മമ്മിയുടെ ഫേവറേറ്റ് ആയ ഇഞ്ചിക്കറി. കൊള്ളാം. ആ ചെറിയൊരു മധുരമൊക്കെ ചേർന്നിട്ട് അടിപൊളിയാണ്. ബീട്രൂട്ട് ഒരു രസമില്ല കേട്ടോ. അവിയൽ അതെങ്ങനെ ഇഷ്ടമുള്ള സാധനം. മത്തങ്ങ അരിശ്ശേരി, മത്തങ്ങയും വൻപയറും കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കേട്ടോ. ഇപ്പൊ എത്ര കറി ഉണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, സാമ്പാറും ഒക്കെ ഉണ്ട്. 15, 16 കൂട്ടമുണ്ട്. അടിപൊളി. രാജ്യമോളി പക്ഷെ തകർത്തു. അപ്പൊ ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ സദ്യയൊക്കെ അമ്മയ്ക്ക് അമ്മ ഹാപ്പി അമ്മ. താങ്ക്സ് അമ്മ. നിങ്ങൾക്ക് എല്ലാ വർഷവും ഇങ്ങനെ അടിപൊളി സദ്യ കിട്ടുന്നുണ്ട് അല്ലേ? നമ്മളിതേ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ ഇലയിൽ കറികളൊക്കെ വിളമ്പി, ചോറ് വിളമ്പി, അതാ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ ഫുഡൊക്കെ? അടിപൊളിയായിരുന്നു. കുഞ്ഞിന് എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ?
നോക്കി ഒന്നുമില്ല. പായസം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് പ്രഥമൻ, ഇത് അടപ്രഥമനാണ്. കടലയുണ്ട്, സേമിയയും ഉണ്ട്. 3 പായസം ഉണ്ട്. രാജി തകർത്തു. അല്ല സൂപ്പർ പായസം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര മധുരമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പഴയതും കേട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇനി എടുക്കരുത്. ഓ കൊള്ളാം. നീ 3 പായസമൊക്കെ എപ്പോൾ വെച്ചു നീ? ഇനി സേമിയ പായസവും കൂടെ ഉണ്ട്. ശ്രീകുട്ടിന്റെ ബർത്ത്ഡേ ഈ പ്രാവശ്യം ഓണത്തിനായതുകൊണ്ട് അടിച്ചു പൊളിച്ചു അല്ലേ? വയറ് ഭയങ്കര ഫുള്ളായി. അപ്പം നമ്മുടെ 3ാമത്തെ പായസം വന്നു. നമ്മൾ പഴം തിരി വെച്ചിട്ടുണ്ടല്ലോ 3ാമത്തെ പായസം. പഴം ഇട്ട് ഇതെന്ത് പായസം രാജി? ഇത് കടലപ്പരിപ്പ്. കടലപ്പരിപ്പ്. ഇത് കടലപ്പരിപ്പ് പ്രഥമൻ. മറ്റേ അടപ്രഥമൻ. പിന്നെ സേമിയ. കൊള്ളാം, തകർത്ത് വാരി. അതാ ഈ വർഷത്തെ ഓണസദ്യയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്ന രാജിക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ നന്ദി അറിയിച്ചേക്കാണ്. എൻ്റെ ഇല നടക്കുകയാണ്. അടിപൊളിയായി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വയറ് കണ്ടോ ഫുള്ളായി. വയറ് മിക്കവാറും ബട്ടൺസൊക്കെ പൊട്ടിത്തെറി. ബട്ടൺസ് ഞാൻ തെറിച്ച് രാജിയുടെ മുഖത്ത് മേടിക്കാം. കാരണം അത്രമാത്രം കഴിച്ചു. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു പരിപ്പ്, സാമ്പാർ, 2 തോരനൊക്കെ. ഇത് 3 കൂട്ടം പായസം, പരിപ്പ്, സാമ്പാർ, മോര്, ക്യാബേജ് തോരൻ, മെഴുക്ക് പുരട്ടി. അടിപൊളി, തകർത്ത് വാരി. എനിക്ക് പിന്നെ എപ്പോഴും ഇഷ്ടം ആപ്പിളച്ചാർ. ആപ്പിളച്ചാറും ഇഞ്ചിക്കറിയും എൻ്റെ ഫേവറേറ്റ് ആണ്. പുളി ഇഞ്ചി, ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ആ മഞ്ഞ കളറിലെ അച്ചാറില്ലേ, നാരങ്ങ അച്ചാർ, അതും ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് അല്ലേ പരിപ്പും മോരും സാമ്പാറും ഇഷ്ടമാണ്. പിന്നെ ക്യാബേജ് തോരൻ ഒത്തിരി ഇഷ്ടമാണ്. മത്തങ്ങേശ്ശേരി എങ്ങനെ ഉണ്ടായിരുന്നു? മത്തങ്ങേശ്ശേരി അടിപൊളിയായിരുന്നു. ഒത്തിരി നാളത്തെ ശേഷം നമ്മൾ ഒത്തിരി നാളായിട്ട് പയറ് വെക്കുന്നില്ലായിരുന്നു. ഓണമൊക്കെ വരുമ്പോഴല്ലേ ഇതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ എപ്പോഴും നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഇതുപോലെ ഓണം, ഇപ്പൊ ശ്രീകുട്ടിന്റെ ബർത്ത്ഡേ അന്ന് തന്നെ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പറ്റി. അവന് ഭയങ്കര ഓർമ്മയായിരിക്കും അല്ലേ? നമ്മുടെയൊക്കെ ലൈഫിൽ ഈ ഓണം എന്ന് പറയുന്നത് എന്താ, അത്തപ്പൂ, സദ്യ. അതാണ് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓണക്കോടി എടുക്കുക, നമ്മളിങ്ങനെ ഓണ പൂക്കളം ഇടുക, അങ്ങനെ സെലിബ്രേഷൻ. കോളേജിലൊക്കെ പോകുമ്പോൾ കോളേജ് സെലിബ്രേഷൻസ് ആയിരുന്നു. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഓണക്കളി, ഓണപ്പന്ത് കളി ഇങ്ങനെ കളിക്കാൻ പോയി. ഇവർക്ക് റൂമിൽ തന്നെ ഇരിക്കും, ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഇവരുടെ മനസ്സിൽ ഇപ്പൊ ആകെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അതായത് ഈ സദ്യ. ലൈഫിൽ എന്നും ആ ഒരു സംഭവം. ഇവര് എല്ലാ ഓണത്തിനും നമ്മൾ ഇവിടെ ആഘോഷിക്കും. ഇവര് അങ്ങ് നാട്ടിൽ ആഘോഷിച്ചില്ല, ഇല്ലെന്ന് തോന്നുന്നു. എല്ലാ ഓണം ഇവിടെ തന്നെയാണ്. ഇവനുണ്ടായി ഒരു വയസ്സായപ്പോഴത്തേക്കും കയറി വന്നാ നമ്മള് അല്ലേ? 1.5 വയസ്സായപ്പോഴത്തേക്ക് സൗദി വന്നാ. അന്ന് തൊട്ട് ഇവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പം അതേപോലെ അപ്പോൾ അവരുടെ മനസ്സിൽ നമ്മളുടെ പോലത്തേക്ക് ഓർമ്മകളൊന്നും ഇല്ല. ഇപ്പോൾ ഒരു ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തപ്പൂ, ഊഞ്ഞാലിടുന്നത്, അതൊന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ഇത് ടി വിയിലൊക്കെ കാണുന്നതൊക്കെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിലാകെ അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഈ സദ്യയായിരിക്കും. ഇവന്മാര് കല്യാണമൊക്കെ കഴിച്ച് ഇവന്മാരുടെ പിള്ളേരൊക്കെ വന്നിട്ട് പറയും വരും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പം നാളെ നമ്മളതൊന്നും ഇല്ലേലും ഇവന്മാരൊക്കെ വലുതായി കഴിയുമ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അല്ലേ, എൻ്റെ അമ്മ പണ്ടുണ്ടാക്കി തന്ന സദ്യയാണ്, നമ്മൾ ജീവിച്ചിരിപ്പില്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ കിടക്കും. യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ, യൂട്യൂബ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ അവിടെ കിടക്കും. നമ്മളില്ലേലും നമ്മുടെ വീഡിയോസൊക്കെ അവിടെ കാണും. അത് വലിയൊരു സംഭവമാണ് അല്ലേ? ഇല്ലേ, അവന്മാർ അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ പറയാം എൻ്റെ അമ്മ എനിക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ ആക്കറി എനിക്ക് ഇഷ്ടമാണ് അല്ലേ? ഇതൊക്കെ ഒരു അടിപൊളി കാര്യമല്ലേ? അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സദ്യ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ രണ്ടീശേട്ടൻ ചോദിച്ചായിരുന്നു, നീ എന്തിനു ഇതെല്ലാം കൂടെ വെക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ സദ്യ വേണമെങ്കിൽ ഓർഡർ ചെയ്യായിരുന്നു. ഇവിടെ അടുത്ത് നെസ്റ്റോയിലും അതേപോലെ തൈബയിലും ഒക്കെ ഓക്കെ ഓണസദ്യയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ മേടിക്കായിരുന്നു. പക്ഷെ എനിക്ക് അതൊരു എന്താ, നമ്മൾ അല്ലേ നമ്മുടെ ഒരു ആഘോഷം എന്ന് പറയുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ സദ്യ ഉണ്ടാക്കി കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ കരുതി സദ്യയൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കാൻ പോകല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അല്ലേ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് പറയണം? ലൈക്ക് ചെയ്യുക, കമന്റ്, ബെല്ലൈക്കൺ. അതെ, നമ്മൾ പറയാറില്ല ബെല്ലൈക്കൺ നിൽക്കുന്ന കാര്യം. അവൻ എപ്പോഴും ഞങ്ങളോട് പറയും. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.